നമസ്കാരം, ടിക്ടോക്കിലേക്ക് സ്വാഗതം. ടിക്ടോക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ക്യാപിറ്റൽ മാളിലെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൽ തന്നെയാണ്. നല്ല തിരക്കൊക്കെ ഉണ്ട്. റംസാൻ മാസമായതുകൊണ്ട് സാധനങ്ങളുടെ പർച്ചേസിൻ്റെ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ നന്നായിട്ട് തിരക്കൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതോടൊപ്പം തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഓഫേഴ്സൊക്കെ നമ്മുടെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൽ ഒരുപാട് ഓഫേഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2025 തുടങ്ങും മുതൽ തന്നെ ഉള്ള ഓഫേഴ്സാണത്. ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂയിങ് ആണ്. ഒരുപാട് ഹാങ്ങിങ് ഓഫേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യൽ ഓഫേഴ്സ് വേറെയുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ എടുത്ത് ടിക്ടോക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ച് സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് കണ്ടസ്റ്റൻ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻസിലെ ഒന്ന് അടിപൊളിയായിട്ട് പർച്ചേസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ആക്കിയിട്ട് വന്നതാണ്. അത് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. പേര് പറയും. ശ്രീജ. എവിടെയാണ് സ്വദേശം? സ്വദേശം പാളിയത്തോളപ്പ് എന്ന് പറയും. പാളിയത്തോളപ്പ്, ചെറുകുന്ന് പാളിയത്തോളപ്പ് അല്ലേ? നമ്മളെ പേര് വേദിക. ഓക്കെ, പിന്നെ വേദിക ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സിക്സ്ത്തില്. ഏത് സ്കൂളാണ്? ചിന്മയ തളിപ്രമ്പ. വേദിക കാണുമ്പോൾ പാട്ട് പാടുന്നൊരു ഫീലൊക്കെ ഉണ്ടല്ലോ. ഒരു പാട്ട് പാടും അല്ലെ ഡാൻസ് അങ്ങനെ ആണോ? പാട്ട് പാടാം, ഒരു പാട്ട് പാടുവാണ് കേട്ടോ. വേദിയുടെ പാട്ടൊക്കെ കേട്ട് അടിച്ചുപൊളിയിട്ട് അതിന് ശേഷം ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള പാട്ട് പാടും. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും, അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി തോരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ, താരക്കൊളുത്തുള്ളൊരാ ചെലക്കും വെറ്റില ചെല്ലത്തിലോ, ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ, കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ്. അടിപൊളിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കറക്റ്റാണല്ലോ അല്ലേ? പാട്ട് പാടുന്നു. യെസ്, പാട്ട് പഠിക്കുന്നുണ്ട്. കണ്ടപ്പോൾ തോന്നി ഒരു കലാകാരിയുടെ എല്ലാ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, വളരെ മനോഹരമായിട്ട് നമ്മളെ വൈക്കം വിജയലക്ഷ്മി AR എന്ന മൂവിയിൽ പാടി സൂപ്പർ ഹിറ്റാക്കിയ ഗാനമാണ് വേദിക ഇവിടെ ആലപിച്ചത്. ഓക്കെ, വൈക്കം വിജയലക്ഷ്മിയാണ് ഇഷ്ടം പാട്ടുകാരി? ഏത് പാട്ടുകാരിയാണ് ഇഷ്ടം? അത് നല്ല പാട്ടായിട്ട് പഠിച്ചു മാത്രം അല്ലേ? വൈക്കം വിജയലക്ഷ്മി നല്ല പാട്ടായിട്ട് പഠിച്ചു. സ്റ്റേജിലൊക്കെ പാടാറുണ്ടോ? ഒരിക്കൽ പാടി. സ്കൂളിൽ പാടാറുണ്ട്, ഗാനമേളകളിൽ പാടാറുണ്ടോ? പാടാറുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ വരുന്നത് കണ്ണൂർ വിഷൻ ടിക്ടോക്ക് എന്നുള്ള പ്രോഗ്രാമിലാണ്. അപ്പോൾ നമ്മുടെ പങ്കെടുക്കുന്ന കണ്ടസ്റ്റൻറ്റ് 3 സെഗ്മെൻറ്റാണ് ലഭിക്കുന്നത്. ആദ്യം ഞാനൊരു ഫോട്ടോ കാണിച്ചു തരും. ഫോട്ടോയിൽ ആരാണെന്ന് പറയണം. രണ്ടാമതൊരു സിനിമ സംഗീതം റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. മൂന്നാമത് ജനറൽ നോളജ്. നിങ്ങൾ പങ്കെടുത്തോളൂ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ പിന്നെ ആദ്യത്തെ സെഗ്മെൻറ്റ് ഫോട്ടോ, രണ്ടാമത്തെ സെഗ്മെൻറ്റ് സിനിമ സംഗീതം, ആഫ്റ്റർ ദാറ്റ് ജനറൽ നോളജ്. ആദ്യത്തെ 2 സെഗ്മെൻറ്റ് നിങ്ങൾ കറക്റ്റ് ആൻസർ ചെയ്യണം. മൂന്നാമത്തെ സെഗ്മെൻറ്റിൽ പോകേണ്ട സമ്മാനം കിട്ടും. ആദ്യത്തെ ഏതെങ്കിലും ഒന്നിന് ആണെങ്കിൽ നിങ്ങൾക്ക് മൂന്നാമത്തെ സെഗ്മെൻറ്റ് അടക്കം അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ആദ്യത്തെ 2 സെഗ്മെൻറ്റ് ചോദിച്ച് ആൻസർ ഇല്ല എങ്കിൽ മൂന്നാമത്തെ സെഗ്മെൻറ്റിൽ പോകാനും പറ്റില്ല. റെഡിയല്ലേ? അപ്പോൾ ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. ഫോട്ടോത്തിന് ശേഷം അത് ഞാൻ ആദ്യം എൻ്റെ ഒന്ന് ക്യാമറയെ കാണിക്കട്ടെ. ഓക്കെ, ഒരു ലോക പ്രസിദ്ധനായ ഒരു ഫുട്ബോൾ പ്ലെയറാണ്. അമ്മയും വേദിയും കൂടി ഡിസ്കഷൻ ആട്ടോ. ആരാണ് പറയേണ്ടത്? അറിയില്ല. ശ്രമിച്ചു നോക്കുന്നില്ല. മോള് കളിയൊക്കെ കാണാറുണ്ടോ? ഏട്ടനാണോ അനിയനാണോ വീട്ടിൽ? അപ്പോൾ ഏട്ടൻ കാണാറുണ്ട് കളി? അറിയാൻ പറ്റും. ഓക്കെ, കുഴപ്പമില്ല. അപ്പം നമ്മൾ ആദ്യത്തെ ഫോട്ടോ കാണിച്ചു, അതിൻ്റെ ആൻസർ പറഞ്ഞില്ല. ഇനി അടുത്തത് സിനിമ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം? ബാലൻ. യെസ്, കറക്റ്റ് ആൻസറാണ്. ബാലനാണ് മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം. ഓക്കെ, അപ്പോൾ 2 സെഗ്മെൻറ്റിൽ ആദ്യത്തെ ഒരു സെഗ്മെൻറ്റിന് ആൻസർ ചെയ്തു, ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. അപ്പോൾ നമുക്കത് മൂന്നാമത്തെ സെഗ്മെൻറ്റിലേക്ക് പോകാം. അതായത് ജനറൽ നോളജാണ്. ഓക്കെ, ആദ്യത്തെ 2 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ സെഗ്മെൻറ്റായ നമ്മുടെ ജനറൽ നോളജിലേക്ക് പോകാം. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്:
പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം രചിച്ചതാരെ? അറിയില്ല. വളരെ സമകാലികമായ ഒരു പ്രസക്തിയുള്ള പുസ്തകമാണൊന്ന്. 2 എന്നത് ഒരു കേരള രാഷ്ട്രീയത്തിലെ വളരെ സജീവമായിട്ടുള്ള സാന്നിധ്യമായിരുന്ന ഒരു ആളാണ് ഇത് രചിച്ചത്. അതാണ് അതിൻ്റെ പ്രത്യേകത. സുധാകരൻ. നോ, സുധാകരനല്ല. അറിയോ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. ക്വസ്റ്റ്യൻ മനസ്സിലല്ലോ. പരാജയപ്പെട്ട കമ്പോള ദൈവം അറിയില്ല. അപ്പോൾ വൈൻഡപ്പ് ചെയ്യണം അല്ലേ? ഓക്കെ. അപ്പം 3 ക്വസ്റ്റ്യൻ ചോദിച്ചു. 3 ക്വസ്റ്റ്യനിൽ ഒരു ആൻസർ ചെയ്തു. അങ്ങനെ 3ാമത്തെ സെഗ്മെൻറ്റിൽ എത്തി. പക്ഷേ 3ാമത്തെ സെഗ്മെൻറ്റിൽ ആൻസർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തുണ്ട് പിന്നെ നമ്മുടെ കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ പർച്ചേസൊക്കെ എന്തുണ്ട്? അടിപൊളി. ഗ്രീൻസ് തന്നെയാണോ പർച്ചേസൊക്കെ ചെയ്യാറ്? അങ്ങനെയല്ല, ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തേ ഉള്ളൂ. എന്ത് വർക്ക് ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പം തൽക്കാലം നിർത്തിയിട്ടുണ്ട്. എന്തായിരുന്നു? ചിന്മയ സ്കൂളിൽ തന്നെ ഓഫീസ് സ്റ്റാഫായിരുന്നു. അഡ്മിനിസ്ട്രേഷൻ. പിന്നെ എങ്ങനെ മോളുടെ കലാപരമായ കാര്യങ്ങളൊക്കെ? സ്കൂളിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. പുറത്തേക്ക് അങ്ങനെ പോകാനുള്ള ചാൻസ്, അതിനുള്ള സമയം കിട്ടാറില്ല. അങ്ങനെ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഞാനും മോനും അമ്മയുള്ളത്. ഹസ്ബൻഡ് ഗൾഫിലാണ്. ഹസ്ബൻഡ് പിന്നെ ഗൾഫിലാണോ വയ്ക്കുന്നത്? ഓക്കെ. സാധാരണ നമുക്ക് ഇപ്പോഴും ഒരുപാട് നമ്മുടെ ഒരു കാലഘട്ടമുണ്ടല്ലോ, വല്ലാതെ മോശപ്പെട്ടൊരു കാലഘട്ടം ലഹരിയുടെയൊക്കെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ കണ്ടസ്റ്റൻ്റോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു അഭിപ്രായ സർവേ എന്ന രീതിയിൽ മാത്രം ചോദിക്കുകയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ 2000 തുടക്കം മുതൽ ഈ അടുത്ത ദിവസം വരെ വല്ലാതെ ലഹരിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? നമ്മൾ പത്രമാധ്യമങ്ങൾ കാണാറുണ്ടല്ലോ. പ്രത്യേകിച്ച് സ്കൂളൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് ഒരുപാട് കുട്ടികളെയൊക്കെ കാണുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. ലഹരി ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി സിനിമ നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഒരു ഇത് പറയുകയാണെങ്കിൽ സിനിമ സ്വാധീനിക്കുന്നുണ്ട്. കുട്ടികളത് നോക്കി അതിൻ്റെതായ രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് പറയാൻ പറ്റുള്ളൂ. ഉണ്ട്. കാരണം നിങ്ങൾ സ്കൂൾ ബന്ധപ്പെട്ടത്, അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതങ്ങനെ തോന്നിയിട്ടുണ്ട്. ചില സിനിമകളൊക്കെ നമുക്ക് കുട്ടികളെ കാണിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ആലോചിച്ചിട്ട് വേണം കൊണ്ടുപോകാൻ, ആ ഒരു രീതിയിൽ. പക്ഷെ അവരത് എങ്ങനെയെങ്കിലും ആയിട്ട് കാണും. അപ്പം അത് ഉണ്ട്, സ്വാധീനിക്കും. അത് ലൈഫിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാനാണ്. ആ ഒരു ടീനേജേഴ്സൊക്കെ എന്തായാലും അതിനെ ശ്രമിക്കും. ആ ഒരു ഏജിലുള്ള കുട്ടികൾ നമ്മൾ പറയുന്നതിനേക്കാളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത് കൂടുതൽ. നെഗറ്റീവാണ് കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. എനിവേ, നന്നായിട്ട് അഭിപ്രായമൊക്കെ പറഞ്ഞു. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ അടുത്ത എപ്പിസോഡിൽ എവിടെയും വെച്ചെങ്കിൽ വീണ്ടും കാണാം. നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, സമ്മാനമൊക്കെ വാങ്ങിക്കാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 2ാമത്തെ കണ്ടസ്റ്റൻ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിരക്കൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ. പുസ്തകമൊക്കെ പഠിക്കുകയാണോ? അതെ, പഠിക്കുന്നു. എവിടെയാണ്? ചിന്മയിൽ. ഞാൻ +2. ഓക്കെ. പേര്? സാധിക. ഓക്കെ. എവിടെ വീട്? എൻ്റെ വീട് തളാപ്പിലാണ്. നമ്മുടെ ഗ്രീൻസ് തന്നെയാണോ പർച്ചേസ് ചെയ്യാറുള്ളത്? പൊതുവെ മോസ്റ്റ് ഓഫ് ദ ടൈം അതെ. ഗ്രീൻസ് എങ്ങനെയാണ്? ഗ്രീൻസ് എല്ലാ സാധനങ്ങളും അവൈലബിലിറ്റിയുടെ? അത്യാവശ്യം എല്ലാം ഒക്കെ ഉണ്ട്. മോസ്റ്റ് ഓഫ് ദ സാധനങ്ങൾ ഇവിടെ നോക്കിയാൽ കിട്ടാറുണ്ട്. അതെ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ എൻ്റെ അമ്മയാണ്. അവരൊക്കെ ഹൈദരാബാദിലാണ്. ഹൈദരാബാദിലൊക്കെ പോകാറുണ്ടോ? ഞാൻ അവിടെ ആയിരുന്നു. ഇപ്പം നാട്ടിലൊരു 4 കൊല്ലമായിട്ട് ജസ്റ്റ് വന്നതാണ്. ഞാൻ വരുന്നത് കണ്ണൂർ വിഷൻ്റെ ടിക്ടോക്ക് എന്നുള്ള പ്രോഗ്രാമിൽ നിന്നാണ്. നോർമലി ടിക്ടോക്കിൽ പങ്കെടുക്കുന്ന കണ്ടസ്റ്റൻ്റ് 3 സെഗ്മെൻറ്റാണ് ലഭിക്കാറ്. ഫസ്റ്റ്, ഐഡൻറ്റിഫൈ ദ ഇമേജ്. ഒരു ഫോട്ടോ കാണിച്ചു തരും, അത് ആരാണെന്ന് പറയണം. സെക്കൻഡ്, പിന്നെ ഒരു സിനിമ, സംഗീതം അത്തരത്തിൽ ബന്ധപ്പെട്ടൊരു റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആഫ്റ്റർ ദാറ്റ് ജനറൽ നോളജിലേക്ക്. ആദ്യത്തെ 2 സെഗ്മെൻറ്റിന് 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് സമ്മാനം ലഭിക്കും. 3ാമത്തെ സെഗ്മെൻറ്റിലേക്ക് പോകണ്ട. ആദ്യത്തെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 3ഉം അറ്റൻഡ് ചെയ്യണം. ഇൻ കേസ് ആദ്യത്തെയും 2ാമത്തെയും ആൻസർ ചെയ്തില്ലെങ്കിൽ ഗെയിം വിഡ്രോ ചെയ്യാം. ഓക്കെ. ഞാൻ ഫസ്റ്റ് സെഗ്മെൻറ്റിലേക്ക് പോവാം. ഐഡൻറ്റിഫൈ ദ ഇമേജ്. ഞാനൊന്ന് ക്യാമറയെ ഫോട്ടോ കാണിക്കട്ടെ. ഓക്കെ. ഇതാണ് ക്വസ്റ്റ്യൻ. അറിയില്ല. കളിയൊന്നും കാണാറില്ല? ഇല്ല, കാണില്ല. ഞാനൊന്നും കാണില്ല. ഫുട്ബോളൊന്നും കാണാറില്ല? ഞാൻ കാണില്ല. എന്താണ്, സംഗീതമാണോ ഇഷ്ടം? അങ്ങനെ ചോദിച്ചാൽ ഞാനങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര എല്ലാം അറിയുന്നൊരു കാറ്റഗറിയിലൊന്നും അല്ല. അത്യാവശ്യം അങ്ങനെ ഒപ്പിച്ചപ്പോൾ അതല്ലേ, അങ്ങനെ കാര്യങ്ങൾ പോകുന്നു. പിന്നെ കേരളത്തിലല്ലേ പഠിച്ചത്? അല്ല, ഞാൻ ഹൈദരാബാദിലായിരുന്നു. ഞാൻ ഇവിടെ കുറച്ചൊരു 3-4 കൊല്ലമായിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. സിനിമ, അതുപോലെ
നമ്മുടെ സംഗീതം റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മലയാളത്തിൽ ഒരുപാട് മൂവികൾ ഇറങ്ങാറുണ്ട്, സിനിമകൾ കാണാറില്ലേ? കുറവാണല്ലേ? ഓക്കെ, മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം ഏതാണ്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ പൊതുവെ ഈ നാട്ടിലല്ല ഒന്നാമത്, പിന്നെ എനിക്ക് മലയാളം അങ്ങനെ ഭയങ്കരമായിട്ട് അറിയില്ല. ഞാൻ വേറെ നാട്ടിൽ വളർന്നതാ, അപ്പോൾ ആ ഒരു ഇതെല്ലാം ചോദിച്ചാൽ എനിക്കൊന്നും. ഓക്കെ, കുഴപ്പമില്ല. എന്നാൽ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. വളരെ കൃത്യമായിട്ട് പറഞ്ഞ സമയത്ത് തന്നെ വളരെ തിരക്കേണ്ട ഇടയിലും പിന്നെ സാധിക വളരെ കൃത്യമായിട്ട് ആൻസർ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കെന്നാൽ ഈ ഗെയിമിൽ നിന്ന് ഇന്ന് വിഡ്രോ ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ മറ്റൊരു കണ്ടസ്റ്റൻ്റ് ഉണ്ട്, റെഡി ആയിട്ടുണ്ട്. മോൻ്റെ പേരെന്താ? അത്തൽ. ഞാൻ സാധാരണ അബ്ദുലൊക്കെ കേട്ടിട്ടുണ്ട്, അത്തൽ അല്ലേ? ADEL. ഓക്കെ, വെരി റയർ നെയിം ആണല്ലോ. എന്താണ് അങ്ങനെ ആ നെയിമിൻ്റെ കാരണം? എന്താണ് മീനിങ്? എന്താണ്? യെസ്, ഗോഡ് നെയിം ആണ് കേട്ടോ. ഓക്കെ, എങ്ങനെയുണ്ട്? നോമ്പൊക്കെ തുടങ്ങിയല്ലോ. നോമ്പൊക്കെ എന്തൊക്കെയാണ് പ്ലാനിങ്ങുകൾ? പിന്നെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഈ വർഷത്തെ നോമ്പിൻ്റെ പ്ലാനിങ് ഒക്കെ എന്തൊക്കെയാണ്? നോമ്പെടുക്കണം, അടിച്ചു പൊളിക്കണം. വൈകുന്നേരങ്ങളിൽ ഫുഡ് ഫെസ്റ്റിനൊക്കെ പോകാറുണ്ടോ? പള്ളിയിൽ നോമ്പ് തുറക്കാനും പോകും. സാധാരണ രീതി നമ്മുടെ ടൗണിലൊക്കെ ഒരുപാട് ഫുഡ് ഫെസ്റ്റിവൽ നടക്കാറില്ലേ? അതിനൊക്കെ പോകാറുണ്ടോ? ആരോടെ പോകാറ്? എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫിഫ്ത്തിൽ. ഏത് സ്കൂളാണ്? DIS. സിറ്റി. ഞാൻ വരുന്നത് കണ്ണൂർ വിഷൻ ടിക്ടോക്ക് എന്നുള്ള പ്രോഗ്രാമാണ്. ഞാനൊരു ആദ്യം ഒരു ഫോട്ടോ കാണിച്ചിട്ടും ഫോട്ടോയിൽ ആരാണെന്ന് പറയണം. അത് നീ പറഞ്ഞാലും പറഞ്ഞിട്ട് രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് സിനിമ അല്ലെങ്കിൽ മ്യൂസിക് റിലേറ്റഡ് ആണ്. ഓക്കെ, റെഡി അല്ലേ? ഞാൻ ആദ്യം ഫോട്ടോ കാണിച്ചുതരാം. ഓക്കെ, ഇതാണ് ഫോട്ടോ. അറിയില്ല. ഫുട്ബോൾ കളി കാണാറുണ്ടോ? വേൾഡ് കപ്പ് കാണാറുണ്ടോ? ഇതൊരു ഇറ്റലിയുടെ പ്ലെയറാണ്, ഇറ്റലിയുടെ കളിക്കാരനാണ്, മരണപ്പെട്ടു പോയി. അറിയില്ല. ഓക്കെ, അദൽ. ഓക്കെ, അദൽ അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോവാം. സിനിമയൊക്കെ കാണാറുണ്ടോ? TV-ലൊക്കെ കാണാറുണ്ടോ? മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം. ആദ്യം മലയാളത്തിലെ സിനിമകൾ ഉണ്ടായത് ശബ്ദിക്കാതെ സംഭാഷണങ്ങളില്ലാത്ത സിനിമകളായിരുന്നു. പിന്നെയാണ് ശബ്ദ ചലച്ചിത്രം വന്നത്. ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം ഭയങ്കരമായിട്ട് ആലോചിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അറിയില്ല. ഓക്കെ, അപ്പോൾ വരുന്ന ഫിലിമിലാണല്ലേ, പണ്ടത്തെ സിനിമയെ കുറിച്ച് അറിയില്ല അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ അടിപൊളിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മോനെ. ഓക്കെ, നമുക്ക് പിന്നെ ഇന്നത്തെ പർച്ചേസൊക്കെ കഴിഞ്ഞോ? എവിടെ പോയി? ഇക്കാക്കിയും മതിലുമാണ് വന്നിരിക്കുന്നത്. അവൾ വളരെ സന്തോഷത്തോടെയാണ്. അപ്പോൾ നോമ്പൊക്കെ അടിച്ച് പൊളിച്ചിട്ട് ആഘോഷിച്ചിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇനി വാങ്ങിക്കണ്ടേ അല്ലേ? ഓക്കെ, അടിപൊളി.